നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്കിത് മുറിക്കാനുള്ളൊരു 10-80 ഇഞ്ച് വണ്ണുള്ളൊരു മഹാണിയാണ്. അതിൻ്റെ വലിയ ഹൈറ്റൊന്നുമില്ല, 10-40 അടി ഹൈറ്റ് കാണാം. 40 അടി അല്ല, അതിൽ പുറത്തുണ്ട്. പക്ഷേ അതിൻ്റെ കമ്പുകൾ പല സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കയറി മുറിക്കണം. അപ്പോൾ അങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ശബ്ദം. ഹെലികോപ്റ്റർ അവരുടെ പാട്ടിന് പോയി. പിന്നെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നപ്പോഴാണ് മനസ്സിലായി അവരുടെ പണി നോക്കി പോയി. അപ്പോൾ ഞാൻ ഇത് മുറിച്ചാലേ നമ്മുടെ പണി തീരത്തുള്ളതെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളത് മുറിച്ച് 1-2 കമ്പുകളെ ജാതി മരത്തേക്ക് താൽപടി, അത് കുഴപ്പമില്ല, അതങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മഴ അങ്ങോട്ട് തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയും അടിപൊളി കാറ്റ്. അവിടെ ആ ഇറമ്പി മറ്റ് വേറൊരു പറമ്പിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു. അവരതെല്ലാം മുറിച്ചുകൊണ്ട് ഇതിലൊക്കെ നല്ല രീതിയിലാണ് കാറ്റ് പിടിക്കുന്നത്, നല്ല രീതിയിൽ. അപ്പുറത്തേക്കുന്ന മഹാണി നമുക്ക് മുറിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കയറി പണിഞ്ഞ് തീർത്താലേ അത് മുറിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നെ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തേക്കാം എന്ന് വിചാരിച്ച് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി നട്ടൊക്കെ ഒന്ന് പോസ് ചെയ്ത് മഴയും നനഞ്ഞ് 1/2 മണിക്കൂർ 1/4 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു കമ്പ് ഒരു ശിഖരം കണ്ടിക്കാൻ വിചാരിച്ച് കണ്ടിച്ചത് വാത്തലയും കൂടുതലായിരുന്നു. അതേ കയറി അങ്ങ് സ്റ്റക്കായി. പിന്നെ പറയണ്ടല്ലോ, ഇടി വെട്ടിയതിനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. പിന്നെ വെട്ടിരുമ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് വെട്ടി അതങ്ങ് ഒടിഞ്ഞ് കണ്ടീര് ഇച്ചിരി കൂടുതലങ്ങായിപ്പോയി. നമ്മൾ താഴെ പോയിരിക്കാൻ കയറയിൽ കെട്ടിയിട്ടായിരുന്നു. പക്ഷെ ആ കെട്ടിയിട്ട കൂട്ടത്തിൽ ഇതൊരാട്ടം ആടിയില്ല. കഴിഞ്ഞ ദിവസം വേറെ ഒരു തേക്കാടിയത് പോണൊക്കെ ആ ഒരു കമ്പ് പോയപ്പോൾ ആടിയ ആട്ടം നല്ലൊരാട്ടമായിരുന്നു, നല്ലൊരാട്ടം. അപ്പോൾ നമ്മൾ സേഫ്റ്റി റോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കെട്ടിയാണ് ഇന്ന് പണിയുന്നത്. അങ്ങനെ അതിലെ ഏകദേശം കമ്പുകളൊക്കെ തീർന്നു. നമുക്ക് താഴോട്ട് ഒരു ഒഴിഞ്ഞ കണ്ടമാണ്. അപ്പോൾ അവിടോട്ടത് വെട്ടിയിടാം. പിന്നെ വീട്ടുകാരും കുഴപ്പമൊന്നുമില്ല. അവരുടെ അയ്യത്ത് നമ്മൾ നാശമൊന്നും ഉണ്ടാക്കിയില്ല, മാക്സിമം ശ്രദ്ധിച്ച് ഇറക്കിയത്. പിന്നെ ഇനിയും താഴെ വന്നിട്ട് 10-90 ഇഞ്ച് വണ്ണമുണ്ട്. നമ്മുടെ ഫ്രെയിം എത്തത്തില്ല. ചെറിയൊരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ മടയൊക്കെ കറക്റ്റ് തന്നെ എടുത്തു. പക്ഷേ കണ്ടിച്ച് വിട്ടതിൽ അപ്പുറത്തോട്ട് പിടുത്തം പോയി, കണ്ടീര് പോയി എന്നുള്ള ധാരണയിലാണ് നമ്മൾ മറിച്ച് വിട്ടത്. പക്ഷേ ആ സൈഡിലെ പിടുത്തം പോയില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അത് പിടുത്തം താഴോട്ട് കയറി വന്നിരുന്നെങ്കിൽ നമ്മുടെ സേഫ്റ്റി റോപ്പയിൽ കയറി പിടിച്ചേനെ. പക്ഷെ നമ്മൾ പുറയിൽ വേറൊരു മരം ഉണ്ടായിരുന്നു, അതേ കെട്ടിയും കൂടാണ് നിന്നത്, ഒറ്റക്കാരെ മാത്രമല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ശശിയണ്ണനാണ് നമ്മുടെ ഇന്ന് ഒരു കൈക്കാരൻ. പുള്ളി അത് മാന്തിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സൈഡ് ഇടത്തെ അങ്ങേ സൈഡ് നല്ല ഊണൊക്കെ താന്നും, ഈ സൈഡ് നല്ല ഹൈറ്റിലോ മരം നിൽക്കുന്നു. ഇപ്പുറത്ത് വേറൊരു മഹാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂടൂടെ നിന്നതുകൊണ്ട് നമ്മളത് മാന്താൻ നോക്കി, കണ്ടോ. പക്ഷേ അതിൻ്റെ ഒരു വേര് കയറി ഇപ്പുറത്തെ മഹാണിയുടെ കീഴിലോട്ടാണ്. മറ്റേ മഹാണിയുടെ വേരുണ്ട്, രണ്ടിൻ്റെ വേരുണ്ട്. നമുക്ക് പുറവശവും ഇല്ല താക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അങ്ങേ സൈഡ് കണ്ടോ, ഈ സൈഡ് ഇത്രയും കളന്നിരിക്കും, ആ സൈഡാണ് ഇല്ലതാണ്. പക്ഷെ എന്നാലും നമ്മൾ എടുക്കാൻ പറ്റിയത് അത്രയും എടുത്തു. എന്നിട്ട് നമ്മളതിൻ്റെ ചൂട് മുറിക്കുക. പണ്ട് ഞാൻ ചൂട് മുറിച്ചാൽ അതിൻ്റെ കീഴിൽ നിന്ന് മാറാതിരുന്നപ്പം ഒരു തേക്ക് മരം മുറിച്ചിട്ട് അത് പുറമോട്ട് വന്ന് എന്നെ ഇടിച്ചൊരു വീടിൻ്റെ ചായ്പിൻ്റെ അകത്ത് കയറ്റിയായിരുന്നു. അങ്ങനെ വലിയ കേസിൽ ഓപ്പറേഷനും കാര്യങ്ങളായിട്ട് കിടന്നുകൊണ്ട് ഇപ്പം മരം വീഴുന്ന കണ്ടാലേ ഓടി എല്ലാവരും വഴക്ക് പറയുമായിരുന്നു, അന്നൊന്നും കേൾക്കത്തില്ലായിരുന്നു. അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓടി രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക.